Very good morning, dear students. So welcome to class number 13, and this will be our last class for the international business. Okay, so നമ്മൾ ഇതോട് കൂടിയിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് അധികം ഭാഗങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് കാര്യങ്ങളുള്ള മെയിനായിട്ട് MNCനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എന്തിനാണ് ഈ മൾട്ടിനാഷണൽ കമ്പനീസിനെ നമ്മൾ വെൽക്കം ചെയ്യുന്നതും അതുകൊണ്ട് ഒരു കൺട്രിക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതേപോലെ അതിനെക്കുറിച്ചിട്ടുള്ള MNCനെ കുറിച്ചിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്കറിയില്ല ഭാവിയിൽ എത്ര MNCs ആണ് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോണേന്നുള്ളത് നമുക്കറിയില്ല. കാരണം MCOM ഒക്കെ കഴിയുമ്പോൾ അവർക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് സമയത്താണ് ആരുടെ ഭാഗത്തു നിന്നാണ് കാറ്റ് വീശുക എന്ന് പറയാൻ പറ്റില്ല, ആരുടെ ഭാഗത്തേക്കാണ് കാറ്റ് വീശുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് സക്സസ് ആയി കഴിഞ്ഞാൽ നമ്മളും ഒരു ദിവസം നല്ലൊരു MNCയുടെ CEO ഒക്കെ ആയിട്ട് നമുക്കും മാറാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, സോ ലെറ്റ്സ് സീ ഹൗ മെനി ഓഫ് ദം ആർ കമ്മിങ് അപ്പ് എന്നുള്ളത്. ഒന്നാമത് ബിസിനസ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. സോ പീപ്പിൾ ഹു ആർ റെഡി ടു വർക്ക് ഹാർഡ് ആൻഡ് പീപ്പിൾ ഹു ആർ റെഡി ടു ടേക്ക് ഓൾ ദ റിസ്ക്, അവരാണ് ഏറ്റവും കൂടുതൽ ഇതിന് മുന്നോട്ട് വരാനായിട്ട് സാധിക്കുക. എന്നെക്കൊണ്ട് ഒന്നും പറ്റില്ല, എന്നെക്കൊണ്ട് മാക്സിമം ഇത്രയേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന ഒരു മനോഭാവമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഞാൻ പറയാം മക്കളെ, നമുക്ക് എവിടെയും ഒരു വളർച്ച ഉണ്ടാവില്ല. നമ്മുടെ വളർച്ച അതൊരു കൂട്ട് മുരടിച്ചു പോവുള്ളൂ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് എന്തായാലും ചെറിയ റിസ്ക് ചെറിയ രീതിയിലൊക്കെ ഒന്ന് എടുത്ത് നോക്കാം, പോണവരിക്കും പോട്ടേന്നേ എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് നമ്മൾ ഇറങ്ങി അതിന് വേണ്ടി കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് ഹാർഡ് വർക്കോട് കൂടിയിട്ട് നമ്മൾ ഒരു ഡൊമസ്റ്റിക് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും ആൾക്കാരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിയലി ഗുഡ് എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറയട്ടെ. നമ്മൾ ഇപ്പോൾ ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരു ബിസിനസ്സും കാര്യങ്ങളും എത്രയോ ആൾക്കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എവിടെയും എത്താത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈറ്റ് കോളർ ജോബ് എന്നുള്ളതോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ജോബ് എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ജോബ് എന്നുള്ളതോ 4 ആൾക്കാരുടെ മുമ്പിൽ പറയാൻ പറ്റാവുന്ന ഒരു ജോബ് എന്നിങ്ങനെ ആർക്കും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. കിട്ടിയ ജോലി ചെയ്യുക, കാരണം കുടുംബം പട്ടിണിയിലാവരുത്. അപ്പോൾ എത്രയോ നല്ല ഹൈ പൊസിഷനിലുണ്ടായിരുന്ന ആൾക്കാർ പലരും ഇന്ന് ജോലിയില്ലാതെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടും കുറേ ഡാർക്ക് സീൻ ഓഫ് ലോക്ക്ഡൗൺ ഉണ്ട്. പക്ഷെ നമ്മൾ പലരും അറിയുന്നില്ല, അറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവരവർക്ക് ഉള്ളത് വെച്ചിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ സൂപ്പർ മാർക്കറ്റ്സ്, അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള കടകൾ നമ്മുടെ പരിസരത്ത് കൂടുതലായി വന്നിട്ടുണ്ട്. കെനൽസ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കാറ്ററിംഗ് സർവീസസ്, അതേപോലെ തന്നെ കാറ്ററിംഗ് സർവീസസ് മാത്രമല്ല, കാറ്ററിംഗ് സർവീസസ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ കാറ്ററിംഗ് ഒന്നും ഇല്ല, ഒരു ചെറിയ രീതിയിൽ വീടുകളിൽ തന്നെ ഫുഡ് ഉണ്ടാക്കി ചെറിയ ഓർഡേഴ്സ് അവർ എടുക്കുന്നുണ്ട്, അവർ കാര്യങ്ങൾ റൺ ചെയ്യുന്നുണ്ട്. കാരണം കാറ്ററിംഗ് സർവീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റൺ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. Okay, so like this, so many people are coming forward with their startups. So why don't you എന്നുള്ളതാണ്. അപ്പം നമ്മളും ചിലപ്പോൾ എന്താ പറയുക, നമ്മുടെ MCOM ഒക്കെ കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ചിലപ്പോൾ പുതിയ ഐഡിയാസൊക്കെ നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സംടൈംസ് we may also start a business which may flourish and will reap 100 times എന്നുള്ളതാണ്. അങ്ങനെ ആവട്ടെ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനങ്ങൾ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചിന്തിക്കുക, അതിനുള്ള ചിന്ത നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താണ് മാർക്കറ്റ് സ്റ്റഡി, എന്താണ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ മാർക്കറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാലാണ് നമുക്ക് പറ്റിയ ഒരു ബിസിനസ്സിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയെന്ന് മാത്രം. അതേപോലെ തന്നെ സ്റ്റീവ് ജോബ്സ്,
ദ ഗ്രേറ്റ് എമിനൻറ്റ് പേഴ്സണാലിറ്റീസ്, ഗ്രേറ്റ് എമിനൻറ്റ് ബിസിനസ്മെന്നെ കുറിച്ചിട്ടുള്ള അവരിനെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരുവിധം ആൾക്കാരും കോളേജ് ഡിഗ്രി പോലും, ദറ്റ് ഈസ് UG ഡിഗ്രി പോലും, കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ പോലും കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാരായിരിക്കാം. ദോസ് പീപ്പിൾ വിൽ ബിക്കം ദ ടോപ്പ് ഓഫ് ദി ബിസിനസ്മെൻ എന്നുള്ളതാണ്. എങ്ങനെയാണ് അവരതിലേക്ക് എത്തുന്നത്? അവരുടെ ഹാർഡ് വർക്കും അവരുടെ വേ ഓഫ് തിങ്കിങ്, അവരുടെ വേ ഓഫ് ക്രിയേറ്റിവിറ്റി, അതാണ് മാത്രമാണ് അവരെ ലോകത്തിൻ്റെ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. ഹൗ ഡു വി ബിഹേവ് വിത്ത് അതേഴ്സ്, ഹൗ ഷുഡ് ബി എ ലീഡർ എന്നുള്ളതാണ്. ഒരു ലീഡർ എന്ന് പറയുമ്പോൾ ഞാനാണ് ലീഡർ എന്ന് പറഞ്ഞ് നിൽക്കുക അല്ല ചെയ്യേണ്ടത്. ഒരു ലീഡർ എന്ന് പറയുമ്പോൾ എമിനൻറ്റ് പേഴ്സണാലിറ്റി, അവരുടെ ഒപ്പം വർക്ക് ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടതാണ് ഹൗ ടു ഡെലിഗേറ്റ് ദി അതോറിറ്റി, അല്ലെങ്കിൽ ഹൗ ടു ബിക്കം റെസ്പോൺസിബിൾ ഫോർ ദെയർ ജോബ് എന്നുള്ളതാണ്. അവരവർക്ക് ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ള ജോബിനെ നമ്മൾ എത്രത്തോളം റെസ്പോൺസിബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. അതല്ലാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിനാണ് ആൾക്കാരനെ വെക്കണം? മെഷീൻസിൻ്റെ അടുത്ത് കമാൻഡ് ചെയ്താൽ പോരെ? മെഷീൻസിൻ്റെ അടുത്ത് നമുക്ക് കമാൻഡ് നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഇറ്റ് വിൽ വർക്ക് ജസ്റ്റ് ലൈക്ക് ദാറ്റ്. But when you are employing a human being, when you are taking employees for your organization, allow them to work according to their creativity, their interest, then only you can do magical things. അവരവർക്ക് വർക്ക് ചെയ്യാനുള്ള ഓൺ സ്പേസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക, അതിനുള്ള ഒരു ഇൻട്രസ്റ്റിനോടൊപ്പം തന്നെ അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. അവർക്ക് ഓരോ കമ്പനിയിലും ജോയിൻ ചെയ്യുമ്പോൾ അവർക്ക് ഇന്ന പൊസിഷനിലേക്ക് റീച്ച് ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങളുണ്ടായിരിക്കാം. അതിന് അവരെ കേറ്റർ ചെയ്യാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഒരു ഓർഗനൈസേഷൻ ചെയ്യേണ്ടത്. ഒരാളൊരു ജോലിക്ക് കയറി വന്നു, അയാൾ റിട്ടയറായി പോകുന്നവരിക്കും ദ സെയിം പൊസിഷനിൽ തന്നെ നിൽക്കാനാണെന്നുണ്ടെങ്കിൽ there will be no development. So each and every employee will be having a career development at what he should reach എന്നുള്ളത്. സോ അതിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ് എഫിഷ്യൻ്റായിട്ടും റെസ്പോൺസിബിളായിട്ടും നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് we will get that satisfaction എന്നുള്ളതാണ്. ഓക്കെ, so leave all those things and now we'll see what are the things which we are going to see in today's classes, the factors contributed to the growth of MNC. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് MNCയുടെ ഗ്രോത്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതും, അതേപോലെ തന്നെ MNCസിൻ്റെ മെറിറ്റ്സ് എന്താണ്, ഡിമെറിറ്റ്സ് എന്താണ് എന്നുള്ളതും, പിന്നെ നമുക്ക് വരുന്നത് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി, സൂട്ടബിലിറ്റി ഓഫ് MNCs, റെഗുലേഷൻ ഓഫ് MNCs ഇൻ ഇന്ത്യ, എന്തൊക്കെയാണ് ഒരു MNC സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതും, ആൻഡ് ദെൻ പോപ്പുലർ MNCs ഇൻ ഇന്ത്യനെ കുറിച്ചിട്ടും പറഞ്ഞിട്ടുണ്ട്. ഇവരൊക്കെ ഫോറിൻ കമ്പനീസ് ആയിരിക്കാം. അപ്പോൾ ഇവർ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുള്ള മൾട്ടിനാഷണൽ കമ്പനീസ് ആയിരിക്കാം. അപ്പോൾ ഇവരെങ്ങനെയാണ്, എന്തിനാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ അതിനോടൊപ്പം തന്നെ MNCസിൻ്റെ ബെനിഫിറ്റ്സ് ഓരോ രാജ്യങ്ങളിലേക്കും നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നതുകൊണ്ട് നമുക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ അതിനോടൊപ്പം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദ തിങ്സ് വിച്ച് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ടുഡേയ്സ് ക്ലാസ്. Okay, so I am moving on to the first topic, that is about factors contributed to the growth of MNCs. One, market expansion. Second thing is market superiorities, financial superiorities, technological superiorities, strategic FDI, product innovation, protecting secrecy, providing life cycle hypothesis, avoiding tariffs and quotas. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ MNCസിൻ്റെ ഗ്രോത്തിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ,
So we'll see one by one. Market expansion എന്ന് പറയുമ്പോൾ the growth of GDP as per capita income in various countries led to increasing demand for goods and services. Companies developed economies explained their operations overseas to exploit the expanding markets abroad. നമ്മൾ ഓരോ രാജ്യങ്ങളിലേക്കും പതുക്കെ നമ്മുടെ മാർക്കറ്റിനെ വൈഡൻ ചെയ്യുന്ന സമയത്ത് ആ നാടുകളിലുണ്ടാകുന്ന എക്കണോമീസ് അത് മറ്റു പല രീതിയിലേക്കും നമുക്ക് ഗുണകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് നമുക്ക് മെയിനായിട്ട് തന്നെ ഏതിലാണ് ഒരു ഇൻക്രീസ് വരുന്നത്? GDP റേറ്റിലാണ് നമുക്ക് ഇൻക്രീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ വെൻ വി ആർ തിങ്കിങ് അബൌട്ട് എക്സ്പാൻഷൻ, അതാണല്ലോ മെയിനായിട്ട് എക്കണോമീസും ഡിസെക്കണോമീസിലും വരുന്നത്. അപ്പം നമ്മൾ എക്കണോമീസ് എന്ന് പറയുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ, ഒരു കാര്യം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആർക്കൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് വരുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സ് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് മാർക്കറ്റ് എക്സ്പാൻഷനിൽ വരുന്നത്. സെക്കൻഡ് തിങ് ഈസ് അബൌട്ട് മാർക്കറ്റിംഗ് സുപ്പീരിയോറിറ്റീസ് ആണ്. മാർക്കറ്റിംഗ് സുപ്പീരിയോറിറ്റീസിൽ വരുന്നത് MNC എൻജോയ് എ നമ്പർ ഓഫ് മാർക്കറ്റ് സുപ്പീരിയോറിറ്റീസ് ഓവർ ദി ഡൊമസ്റ്റിക് കമ്പനീസ് അല്ലേ. നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മൾട്ടിനാഷണൽ കമ്പനിയുടെ പ്രോഡക്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഡൊമസ്റ്റിക് കമ്പനീനേക്കാളും കൂടുതൽ പ്രയോറിറ്റി MNCസിന് തന്നെയാണ്. ബിക്കോസ് ദേ ഇൻക്ലൂഡ് അവൈലബിലിറ്റി ഓഫ് മോർ റിലയബിൾ ആൻഡ് അപ്ഡേറ്റ് ഡാറ്റ ആൻഡ് ഇൻഫർമേഷൻ. കുറച്ചും കൂടി MNCസിന് ഡൊമസ്റ്റിക് കമ്പനീനേക്കാളും ഓൾ ഓവർ ദി വേൾഡ് അവരുടെ ബിസിനസ് ഉള്ളത് കൊണ്ട് തന്നെ ദേ വിൽ ബി അപ്ഡേറ്റഡ് ആൻഡ് ദേ വിൽ ഗെറ്റ് മോർ ഇൻഫർമേഷൻ ദാൻ ദി പീപ്പിൾ കോൺസെൻട്രേറ്റിംഗ് ഇൻ ഡൊമസ്റ്റിക് മാർക്കറ്റ്. And second thing is they enjoy market reputations, they face less difficulties in marketing the products. നമ്മൾ ഏതെങ്കിലും ഒരു കൺട്രി മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു നാടിൻ്റേതായിട്ടുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്കുണ്ടായിരിക്കും. ബട്ട് വെൻ വി മൂവ് ഗ്ലോബലി നമുക്ക് ഈ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. സോ MNCs തന്നെയാണ് ഇതിൽ ഏറ്റവും മികച്ചു നിൽക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ആൻഡ് ദേ ഓൾസോ അഡാപ്റ്റ് മോർ എഫക്റ്റീവ് അഡ്വർടൈസിങ് ആൻഡ് സെയിൽസ് പ്രൊമോഷൻ ടെക്നിക്സ്. കാരണം പല രാജ്യങ്ങളത്തെ കഴിവുള്ള ആൾക്കാരിനെ ഇവർക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് ടെക്നിക്സ് ആയാലും അല്ലെങ്കിൽ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ആയാലും അഡ്വർടൈസിങ് ആയാലും ഏറ്റവും ക്ലാസിക് ആയിട്ട് തന്നെ അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് ദേ ഓൾസോ എൻജോയ് ക്വിക്ക് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് വെയർ ഹൗസിങ് ഫെസിലിറ്റീസ്. ഇവർക്ക് എല്ലാത്തിനുള്ള എന്താ പറയുക, ടു ആൻഡ് ഗോ എന്നുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് ലൈസൻസസും അവർക്ക് അതിനുള്ള ഫ്രീഡം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഗുഡ്സ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കോ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യത്തിൽ ഒന്നത്തിനെ കുറിച്ചിട്ടും അവർക്ക് വറീഡ് ആവേണ്ട ആവശ്യമില്ല. ദേ ക്യാൻ റീച്ച് ആസ് ഈസിലി ആസ് പോസിബിൾ എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ ടെക്നോളജിക്കൽ സുപ്പീരിയോറിറ്റീസ് ആണ്. ടെക്നോളജിക്കൽ സുപ്പീരിയോറിറ്റീസിൽ വരുന്നത് മൾട്ടിനാഷണൽസ് ഹാവ് സ്ട്രോങ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലേ. എല്ലാ ഓർഗനൈസേഷനും നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടത് എന്താണ്? റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനാണ്. ബിക്കോസ് ദോസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വിൽ ഗിവ് യു മോർ ഇൻഫർമേഷൻ അബൌട്ട് യുവർ പ്രോഡക്റ്റ്, about the changes happening in the markets. അപ്പോൾ അത് നമുക്ക് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. സോ ഇവർക്കും അതുപോലെ തന്നെയാണ് ഓരോ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പോഴും അതിനെ കുറിച്ചിട്ടും അവർ റിസർച്ച് ചെയ്യുന്നുണ്ട് ആൻഡ് വാട്ട് ദേ ക്യാൻ ഡു ഇൻ ഫ്യൂച്ചർ ആൻഡ് ഓൾസോ ദേ ആർ കളക്ടിങ് ദി മാർക്കറ്റ് ഇൻഫർമേഷൻ ഓൾസോ. സോ അതിനനുസരിച്ച് അവർക്ക് അപ്ഡേറ്റഡ് ആവുന്നതിൻ്റെ ഭാഗമായിട്ട് ദ ന്യൂ ടെക്നോളജി എന്താണ്, ഐഡിയോളജി എന്താണ് അന്നിങ്ങനെ പറയുന്ന പല കാര്യങ്ങളും അവർക്ക് അറിയാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സുപ്പീരിയോറിറ്റീസ് ഞാൻ വിട്ടുപോയൊരു കാര്യമാണ്. ഫിനാൻഷ്യൽ സുപ്പീരിയോറിറ്റീസിൽ വരുന്നത് ഇവർ MNCs ആയതുകൊണ്ട് തന്നെ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഇവരുടെ കയ്യിലുണ്ടായിരിക്കും അറ്റ് റെഡി ഡിസ്പോസൽ എന്നുള്ളതാണ്. സോ അത് ഇവർക്ക് മെയിനായിട്ട് എവിടെയാണോ ആവശ്യം എന്നുണ്ടെങ്കിൽ ഏത് കൺട്രിയിലേക്കാണോ ആവശ്യം, ചിലപ്പോൾ എക്സസ് ഫണ്ടുകൾ ഉണ്ടായിരിക്കാം, ചില കൺട്രിയിൽ ചിലപ്പോൾ നല്ല മൂവ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ
അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഏതെങ്കിലും കൺട്രി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന എക്സസ് ഫണ്ടുകൾ എവിടെയാണോ ഏത് രാജ്യത്താണോ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, എവിടെയാണോ നമുക്ക് ഫിനാൻഷ്യലായിട്ട് നമുക്ക് കുറച്ച് പിന്നാക്കം നിൽക്കുന്ന കൺട്രി ഏതാണ്, അതിലേക്ക് നമ്മുടെ ഫോക്കസ് നമുക്ക് തിരിക്കാനായിട്ടും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഹ്യൂജ് എമൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ടെക്നോളജി സുപ്പീരിയോറിറ്റീസിൽ വരുന്നതാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് നമ്മൾ കൂടുതൽ ഇതിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ബിക്കോസ് ദേ വിൽ ഗിവ് യു ദ നെസസറി ഇൻഫർമേഷൻസ്. സോ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസ് ഇൻവൈറ്റ് മൾട്ടിനാഷണൽസ് ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ്. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രി എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസിന് അവരവരുടെ കൺട്രീസിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് ആ ഒരു ആഗ്രഹം നിലനിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനൊരു റീസൺ അവർ പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഡെവലപ്പിംഗ് കൺട്രീസിനെ വിചാരിച്ച പോലെ അത്ര റിസോഴ്സസ് ഡു നോട്ട് ഹാവ് ദ റിസോഴ്സസ് ടു ഡെവലപ്പ് അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് ദ ലെവൽ ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇസ് ലോ. അതായത് അവർക്ക് നമ്മുടെ ഡെവലപ്ഡ് കൺട്രീസിലുള്ള പോലെ ലേറ്റസ്റ്റ് ടെക്നോളജി ചിലപ്പോൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിൻ്റെ ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും. അപ്പോൾ ദറ്റ് ഈസ് MNCs ഇവിടെ വന്ന് അവർ സെറ്റപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരതിൻ്റെ ഫുൾ സെറ്റപ്പോട് കൂടിയിട്ടാണ് വരാം. നമ്മുടെ നാട്ടിൽ ഏറ്റവും ലോ ആയിട്ട് നിൽക്കുന്ന ഇൻഡസ്ട്രീസൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത ഇൻഡസ്ട്രീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു ഗോൾഡൻ ചാൻസാണ് MNCs വരുമ്പോൾ നമുക്ക് കിട്ടുന്നത്. Second thing is they are unable to exploit the rich mineral and other natural resources. ചില കൺട്രീസിലെ അവരുടെ ഷോർട്ടേജ് ഓഫ് ഫണ്ട് കൊണ്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ലോ ലെവൽ ടെക്നോളജി ഉള്ളത് കൊണ്ടോ അവർക്ക് വിചാരിച്ച പോലെ അവരുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള റിച്ച് മിനറൽസ് അല്ലാന്നുണ്ടെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ് ചിലപ്പോൾ എക്സ്പ്ലോയ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് അവർ എന്ത് ചെയ്യുന്നുണ്ട്, MNCയോട് നമ്മുടെ നാടുകളിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ വരുമ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കാം, നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള റിച്ച് മിനറൽസ് നാച്ചുറൽ റിസോഴ്സസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് തേർഡ് തിങ് ഇസ് ദേ ഡു നോട്ട് ഹാവ് അഡിക്വേറ്റ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് to import raw materials, capital equipment and technology on their own. അപ്പോൾ ചില ഓർഗനൈസേഷൻസ് അവർക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് അവരുടെ കയ്യിൽ വളരെ കുറവായത് കൊണ്ട് തന്നെ ടെക്നോളജിയുടെ ഭാഗമായിട്ടോ റോ മെറ്റീരിയലോ അതല്ലാന്നുണ്ടെങ്കിൽ എനിത്തിങ് ദറ്റ് ഈസ് എനി എക്യുപ്മെൻറ്റ്സ് എനി മെഷീനറീസ് ദറ്റ് ഓഫ് ന്യൂ ടെക്നോളജി ഇതൊന്നും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരു ഇൻഡസ്ട്രി സെറ്റപ്പ് ചെയ്യാനുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടാവില്ല, ഫിനാൻഷ്യൽ റിസർവ്സ് ഉണ്ടാവില്ല, എക്സ്ചേഞ്ച് റിസർവ്സ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ കാരണം ദേ ആർ വെൽക്കമിങ് MNCs. കാരണം MNCs വരുമ്പോൾ ഇതെല്ലാം കൊണ്ടാണല്ലോ വരിക. അപ്പോൾ അവർ വിചാരിച്ച പോലെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആവും ചെയ്തു, എന്നാൽ അവർക്ക് കൂടുതലായിട്ട് വറി ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയാണ്. And also they face difficulty in marketing their products in highly competitive world markets. ഓക്കെ, അപ്പം നമ്മൾ ഒരു തീരെ ഇല്ലാത്തൊരു കമ്പനിയാണ്. അപ്പം നമ്മളെക്കൊണ്ട് അഡ്വർടൈസിങ്ങോ അല്ലെങ്കിൽ പ്രൊമോഷൻ ആക്ടിവിറ്റീസിനോ കൂടുതൽ മാർക്കറ്റിംഗ് ആയിട്ടുള്ള കൂടുതൽ ഏരിയാസിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് അത്രമാത്രം ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ. പക്ഷേ MNCസിൻ്റെ വരവോട് കൂടിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അവർ ഏറ്റെടുത്തോളും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, MNCസിന് പലപ്പോഴും പല രാജ്യങ്ങളും വെൽക്കം ചെയ്യുന്നത് അതുകൊണ്ടാണ്. അതോടുകൂടിയിട്ട് ആ നാട്ടിൽ ലേറ്റസ്റ്റ് ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും, അൺയൂസ്ഡ് ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, കൂടുതൽ ആൾക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് മോസ്റ്റ് ഓഫ് ദി കൺട്രീസ് ആർ വെൽക്കമിങ് MNCs ടു ദെയർ ഓൺ കൺട്രി എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്കതിലെ ദ വേൾഡ്സ് ടോപ്പ് 10 MNCs ഇൻ 2019 വേൾഡ് ടോപ്പ് MNCസിനെ കുറിച്ച് തന്നിട്ടുണ്ട്. സോ ഒട്ടും തന്നെ മോശമില്ല, നമ്മളും എത്രയും പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ ഒരു സ്ഥാനം കണ്ടെത്തുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നോക്കാം.
And then is strategic FDI ആണ്. Strategic FDIയിൽ വരുന്നത് the strategic motive for making investments has been advocated as another reason for the growth of MNC. MNCs enter foreign markets to protect their market share when this is being threatened by the potential entry of indigenous firms or multinational from other countries. ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ FDI സ്ട്രാറ്റജിക് FDI എന്ന് പറയുമ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ്. ചില സമയത്ത് ചില ഇൻഡിജിനസ് ഫേംസ്, ദറ്റ് ഈസ് ആ നാട്ടിലത്തെ അല്ലെങ്കിൽ ആ രാജ്യത്തിലത്തെ ഫേംസ് തന്നെയായിരിക്കും അവർ സ്വന്തം സ്ഥലത്ത് വന്നൊക്കെ അങ്ങനെയൊക്കെ വല്ലതൊക്കെ സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് MNCs ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ബാക്കിയുള്ള MNCസിനെ വെൽക്കം ചെയ്യുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് മാറിയേക്കാം എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് ദെൻ ഇസ് പ്രോഡക്റ്റ് ഇന്നോവേഷനെ കുറിച്ചിട്ടാണ്. പ്രോഡക്റ്റ് ഇന്നോവേഷനിൽ എന്താണെന്നുണ്ടെങ്കിൽ ഇൻ മെനി കൺട്രീസ് കളക്ട് ഇൻഫർമേഷൻ റിഗാർഡിങ് കൺസ്യൂമേഴ്സ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. അപ്പോൾ ഇത് അവരെന്താ ചെയ്യണത്? They are moving all those informations to R&D departments to invent new products and develop the existing product. Okay. സോ ഒരിക്കൽ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്തു അത് നമ്മൾ സെയിലിനായിട്ട് നമ്മൾ മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വി ആർ നോട്ട് സിറ്റിംഗ് ഫർദർ. Okay, but in other countries what they do is they are continuously researching for new developments or to make or to bring new changes to the product. ഓൾറെഡി ഉള്ള പ്രോഡക്റ്റിന് എന്തെങ്കിലും ചേഞ്ചസ് കൊണ്ടുവരാനോ അതല്ലാന്നുണ്ടെങ്കിൽ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനോ ചേഞ്ചിങ് കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസസും ടേസ്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഓക്കെ. സോ അതോട് കൂടിയിട്ട് എന്തുണ്ടാവുന്നത്? പ്രോഡക്റ്റിൽ പുതിയ പുതിയ ഇന്നോവേഷൻ വരുന്നുണ്ട്. ആൾക്കാരുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് മാറുന്നതനുസരിച്ച് ടെക്നോളജി യൂസ് ചെയ്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഡെവലപ്പ്. നമ്മൾ സാധാരണ ഒരു അംബ്രല്ല എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ പർപ്പസ്? ഒന്നെങ്കിൽ നല്ല ചൂടിൽ നിന്നോ നമ്മളെ രക്ഷിക്കാൻ, അതല്ലാന്നുണ്ടെങ്കിൽ നല്ല മഴയത്ത് നമുക്ക് നനയാതെ പോകാനായിട്ടാണ് അംബ്രല്ല. പക്ഷേ ഈ കൊറോണ വന്നോട് കൂടിയിട്ട് അംബ്രല്ലയിൽ തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്? അവരൊരു കംപ്ലീറ്റ് ഷീൽഡ് പോലെ ഒരു കവറാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ബോഡി കവർ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഷീൽഡ് വന്നിട്ടുണ്ട് അല്ലേ? നമ്മളതിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നത്തിങ് വിൽ എൻറ്റർ ഇൻ ടു അസ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇന്ന് കുടകളൊക്കെ എന്താ പറയുക, വലിയ കുടകളൊന്നും അത്രയധികം ആൾക്കാർ കൊണ്ട് നടക്കുന്നില്ല. ഏറ്റവും നാനോ അംബ്രല്ലാസാണ് ഇന്ന് എല്ലാവരും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അവരുടെ ബാഗിലേക്ക് വയ്ക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടുണ്ടായിരുന്നത് അതിന് നല്ലൊരു കവറില്ല എന്നുള്ളതാണ്. കാരണം നനഞ്ഞ കുട നമ്മൾ ബാഗിൽ വയ്ക്കുമ്പോൾ നമ്മുടെ ബാഗിലുള്ള മറ്റു പല സാധനങ്ങളും നനഞ്ഞു പോകുമെന്നുള്ളതാണ്. അപ്പോൾ അതിന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാക്കിങ്ങും അവർ കൊടുത്തിട്ടുണ്ട്, ഒരു കവറും അവർ അതിനോടൊപ്പം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ആ കൊണ്ടുപോകുന്ന വ്യക്തി എവിടെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു സൂത്രം കൂടി നമ്മൾ അതിനുള്ളിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈവൻ നമ്മുടെ ഫോൺ പോലും നമുക്ക് ബ്ലൂടൂത്ത് പെയർ ചെയ്ത് നമുക്ക് ഫോൺ എടുക്കണ്ട, കുട യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സംസാരിക്കാനായിട്ട് പറ്റും. എന്തൊക്കെയാണ് ആൾക്കാരുടെ തലയിൽ വരുന്നത് എന്ന് നോക്കി. ദറ്റ് ഈസ് ദീസ് തിങ്സ് കം from the continuous research and development, what people prefer. കാരണം ഈ പെരുമഴയത്ത് ഫോൺ നമ്മുടെ ബാഗിൽ നിന്ന് തപ്പിയെടുക്കാനോ അത് നനയ്ക്കാനോ ഒന്നിനും തന്നെ നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. സോ വാട്ട് വി ഹാവ് അത് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. സോ അങ്ങനെ ഏതൊരു പ്രോഡക്റ്റ് എടുത്താലും അതിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് കണ്ടിന്യൂവസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തരുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടാണ് പുതിയ പുതിയ പ്രോഡക്റ്റുകളോ അതല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ള പ്രോഡക്റ്റുകളിൽ തന്നെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന മാറ്റങ്ങളാണ് നമുക്കതിൽ വരുന്നത്. ഓക്കെ. ആൻഡ് ദെൻ ഈസ് പ്രൊട്ടക്റ്റിംഗ് സീക്രസി. MNC എന്ന് പറയുന്നത് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാറുണ്ട്.
നേരെ മറിച്ച് ലൈസൻസിങ്ങോ അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഇവരുടെ എല്ലാ ഇൻഡസ്ട്രീസിനും അവരുടേതായ ഒരു സീക്രറ്റ് അവർ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്, അവരുടെ USP മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ദാറ്റ് ഷുഡ് ബി ദിയർ സീക്രസി എന്നുള്ളതാണ്. അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും കോപ്പി ചെയ്യാലോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. Okay, so to maintain secrecy അല്ലെങ്കിൽ to protect secrecy അവർ ചെയ്യുന്നത് എന്താണ്? They do prefer direct investment rather than granting a license to a foreign company. മറ്റൊരു കമ്പനിക്ക്, മറ്റൊരു സ്ഥാപനത്തിന് ലൈസൻസിങ് കൊടുക്കുന്നതിനേക്കാളും അവർ തന്നെ വന്ന് ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ മാനുഫാക്ചർ ചെയ്യാനാണ് അവർക്ക് താല്പര്യം. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ സീക്രസി അല്ലെങ്കിൽ അവരുടെ സീക്രട്ട് കോഡ് മറ്റു പലരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇസ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ്. It has been argued that opportunities for further gains at home eventually dry up. To maintain the growth of profits, a corporation must venture abroad where markets are not so well penetrated and where there is perhaps less competition. This hypothesis perfectly explains the growth of MNC in other countries, growth of American MNCs in other countries where they can fully exploit all the stages of the life cycle of a product. ഇപ്പം നമുക്കറിയാം പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്തൊക്കെയാണെന്നുള്ളത് അല്ലേ. ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്, മെച്യൂരിറ്റി ഉണ്ട്, അതേപോലെ തന്നെ ഡിക്ലൈൻ ആൻഡ് അബാൻഡൻമെൻറ്റ് സ്റ്റേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരുവിധം ഇൻട്രൊഡക്ഷനും ഗ്രോത്തും മെച്യൂരിറ്റി എത്തുമ്പോഴേക്കും നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് നമ്മുടെ അടുത്തേക്ക് എത്തും. അപ്പോൾ ഓരോ രാജ്യങ്ങളും MNC ഡെവലപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കൺട്രീസ് എന്ന് പറയുന്നത് കോമ്പറ്റീറ്റേഴ്സ് ഒട്ടും തന്നെ ഇല്ലാത്ത അല്ലെങ്കിൽ വെരി ഫ്യൂ കോമ്പറ്റീറ്റേഴ്സ് മാത്രമുള്ള ഏതെങ്കിലും രാജ്യങ്ങളാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് അവർ വന്ന് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കോമ്പറ്റീറ്റേഴ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ മാക്സിമം അവർക്ക് ഏൺ ചെയ്യാവുന്നതാണ്. ഏൺ ചെയ്യുന്നതെല്ലാം പ്രോഫിറ്റ് തന്നെയാണ് അല്ലേ. സോ വെൻ ദി എൻട്രി ഓഫ് കോമ്പറ്റീറ്റേഴ്സ് ടേക്ക് പ്ലേസ് ഇൻ ദി മാർക്കറ്റ്, ദേ വിൽ സ്റ്റാർട്ട് ടു ഡിക്ലൈൻ ദെയർ ഓൺ പ്രോഫിറ്റ്സ്. ഓക്കെ, അപ്പോൾ ആ പ്രോഫിറ്റ്സ് ഡിക്ലൈൻ ചെയ്യുന്നതിനേക്കാളും മുൻപ് മറ്റു പല കോമ്പറ്റീറ്റേഴ്സ് വരുന്നതിനേക്കാളും മുൻപ് തന്നെ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? പല രാജ്യങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കും. ദേ ഹാവ് ഗിവൻ യു ആൻ ഗുഡ് എക്സാമ്പിൾ ഫോർ ജില്ലെറ്റ്. ഓക്കെ, ജില്ലെറ്റ് നമ്മുടെ ഷേവിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇറ്റ്സ് എൻ അമേരിക്കൻ ബേസ്ഡ് കമ്പനിയാണ്, ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കറിയാം എത്ര ഷേവ്സ്, ഒരു 10 or more than 10 to 30 ഷേവ്സ് പോലും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതൊക്കെയാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ബ്ലേഡ് മാറ്റേണ്ട കാര്യം ചിന്തിച്ചാൽ മതി. അതേപോലെ ഫോർ സ്മൂത്ത് ഷേവിങ്ങിനും നമുക്കത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ആൻഡ് ദെൻ അവോയ്ഡിങ് താരിഫ് ആൻഡ് കോട്ട. ഇതിൽ പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ MNCs prefer to invest directly in a country in order to avoid import tariff and quotas. ഇപ്പോൾ പല രാജ്യങ്ങളും ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകളിന് അവർ പറയുന്ന താരിഫ് റേറ്റ് എന്ന് പറയുന്നത് കൂടുതലാണ്. സോ ഗുഡ്സ് വിച്ച് ആർ മാനുഫാക്ചർഡ് ഫ്രം അതർ കൺട്രീസ്, ഇഫ് ഇറ്റ് ഈസ് ഇമ്പോർട്ടഡ് ദേ ഹാവ് ടു പേ മോർ മണി. സോ അതുകൊണ്ട് ഈ ഒരു ഇമ്പോർട്ട് താരിഫ് ഒഴിവാക്കാനായിട്ട് അവരാലോചിക്കുകയാണ് ഇതിനേക്കാളും ഭേദം അവിടെ തന്നെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ഒഴിവാക്കാം? ഇമ്പോർട്ട് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് നമുക്കൊരു പരിധി വരിക്കും ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതോടുകൂടിയിട്ട് ഈ ഒരു ഇമ്പോർട്ട് താരിഫ് അല്ലെങ്കിൽ ഇത്ര കോട്ട, ഇത്ര നമ്പർ മാത്രമാണ് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയുന്ന മിനിമം റിക്വയർമെൻറ്റ് എന്നൊക്കെ നമുക്കൊരു റിലീഫ് കിട്ടും. അത് അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇത്രയും ഫാക്ടേഴ്സാണ് നമുക്ക് മെയിനായിട്ട് MNCയുടെ ഡെവലപ്മെൻറ്റിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, മാർക്കറ്റ് എക്സ്പാൻഷൻ, മാർക്കറ്റ് സുപ്പീരിയോറിറ്റീസ്, ഫിനാൻഷ്യൽ സുപ്പീരിയോറിറ്റീസ്, ടെക്നോളജിക്കൽ സുപ്പീരിയോറിറ്റീസ്, സ്ട്രാറ്റജിക് FDI, product innovation, protecting secrecy, providing life cycle hypothesis and avoiding tariffs and quotas. And next is merits and demerits of MNCs. അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സസ് ടു കൺസ്യൂമേഴ്സ്, ആക്സസ് ടു ലേബർ, ടാക്സസ് ആൻഡ് അതർ കോസ്റ്റ്, എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ടെക്നോളജി ഗ്യാപ്പ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സ്,
ഡിമെറിറ്റ്സ് ആയിട്ട് വരുന്നത് പല രാജ്യങ്ങളിലും ലോസ് ആണ്, പൊളിറ്റിക്കൽ റിസ്ക് ആണ്, ഡേഞ്ചർ ഫോർ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ്, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, റിപ്പാട്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്സ്, ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ, സെൽഫ് ഇൻട്രസ്റ്റ്. ഇതാണ് MNCസിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ആക്സസ് ടു കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് MNCs enjoy over companies with operations limited to smaller region. Increasing accessibility to wider geographical regions allows MNCs to have a larger pool of potential customers അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് എന്നുള്ളതാണ്. കാരണം ഇവർ വേൾഡ് വൈഡ് ഇവരുണ്ട്. സോ ഫ്രം ഓൾ ദി പാർട്സ് ഓഫ് ദി വേൾഡ് they will have the potential customers എന്നുള്ളതാണ് MNCs. എന്നിട്ട് നേരിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അവർ ഗ്രേറ്റ് മെറിറ്റ് ആയിട്ട് പറയുന്നത്. സെക്കൻഡ് തിങ് ഇസ് ആക്സസ് ടു ലേബർ. That is, a firm having operations spread across different geographical areas can have its production units set up in countries with cheap labor. എല്ലായിടത്തും ഡെവലപ്ഡ് കൺട്രീസ് തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഡെവലപ്പിംഗ് കൺട്രീസ് ആണെന്നുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് ചീപ്പ് ലേബറിന് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇന്ത്യയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ചേഞ്ച് റേറ്റിലൊക്കെ നോക്കുമ്പോൾ വളരെ കുറവ് പൈസയാണ്, അല്ലെങ്കിൽ ചീപ്പ് ലേബറിന് തന്നെ അവർക്ക് വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഏഷ്യ ഇതിൽ വരുന്ന പല കൺട്രീസിലും ഡെവലപ്ഡ് കൺട്രീസ് പലരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന കോണ്ടിനെൻറ്റിൽ വരുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, ആൻഡ് ദെൻ ടാക്സസ് ആൻഡ് അതർ കോസ്റ്റ് ആണ്. ടാക്സസ് ആർ വൺ ഓഫ് ദി ഏരിയാസ് വെയർ എവറി MNC ക്യാൻ ടേക്ക് അഡ്വാൻറ്റേജ് എന്നുള്ളതാണ്. മെനി കൺട്രീസ് ഓഫർ റെഡ്യൂസ്ഡ് ടാക്സസ് ഓൺ എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്സ്. പല രാജ്യങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും വളരെ മിനിമം ഒരു കോസ്റ്റാണ്. അപ്പോൾ അവിടേക്ക് കൂടുതൽ സാധനങ്ങളാണ് നമുക്ക് അങ്ങനത്തെ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ചില രാജ്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ ചാർജസ് ഹൈ ടാക്സ് റേറ്റ് വിൽ ബി ദേ ഫോർ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. അപ്പോൾ അങ്ങനത്തെ രാജ്യങ്ങളിലേക്ക് നമുക്ക് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, സോ ദാറ്റ് ദേ ക്യാൻ ഗോ in a balanced mode എന്നുള്ളതാണ്. ആൻഡ് ദെൻ ഇസ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആണ്. ഇക്കണോമിക് ഡെവലപ്മെൻറ്റിൽ പറയുന്നത് MNCs can provide the required financial, technical and other resources to needy countries in exchange for economic gains. ഓക്കെ, അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്താണ് ഒരു രാജ്യത്ത്, മറ്റ് പല രാജ്യങ്ങളിൽ ടെക്നോളജി എന്താണ്, സോ ഏതാണോ അവിടുത്തെ അവൈലബിലിറ്റി അനുസരിച്ച് അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യാനായിട്ട് എക്കണോമിക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഒരു രാജ്യത്ത് ഉള്ളത് മറ്റു രാജ്യത്തിൽ ഉണ്ടാവില്ല. അപ്പോൾ മറ്റു രാജ്യത്തിൽ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണോ അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഓക്കെ, ആൻഡ് ദെൻ ഇസ് ടെക്നോളജി ഗ്യാപ്പാണ്. ടെക്നോളജി ഗ്യാപ്പിൽ വരുന്നത് MNCs ആർ ദ ഇൻസ്ട്രുമെൻറ്റ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ടു ദ ഹോസ്റ്റ് കൺട്രി. Technology is necessary to bring down cost of production and produce quality goods on a large scale. നമ്മൾ എത്ര ഹ്യൂമൻ ലേബറിനെ വെച്ചിട്ട് എത്ര ക്വാളിറ്റി ഗുഡ്സ് ഉണ്ടാക്കാൻ നോക്കിയാലും അക്കോർഡിംഗ് ടു ദ മൂഡ് ഓഫ് ദി ഹ്യൂമൻ റിസോഴ്സ്, അക്കോർഡിംഗ് ടു ദ മൂഡ് ഓഫ് ദി സർട്ടൻ പേഴ്സൺ, there will be a difference in the quality of the product. But when you depend upon the technology, when you depend upon the machinery, there will be no change in the quality. And second thing is large number of units may be produced എന്നുള്ളതാണ്. Okay, and then is research and development. Research and developmental multinational corporations have greater capability for research and development activities in comparison to national companies. Domestic company ഒക്കെ ആവുമ്പോൾ അവർക്ക് അത്രമാത്രം ഒരു ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവില്ല. MNCs ആണെന്നുണ്ടെങ്കിൽ ഓരോ രാജ്യത്തും ഉണ്ടായിരിക്കും. ഓരോ രാജ്യത്തു നിന്നുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനും അത് കൃത്യമായിട്ടുള്ള രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ആണ്. MNC operations also help in improving the balance of payment. This can be done by promoting and developing export oriented and import substitute industries. നമ്മുടെ എന്താ പറയുക, എക്സ്പോർട്ട്സ് ആൻഡ് ഇമ്പോർട്ട്സിൻ്റെ കാര്യത്തിലാണ്. സോ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ
ചില രാജ്യങ്ങളുടെ താരിഫ് അല്ലെങ്കിൽ ചില രാജ്യങ്ങളുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ എക്സ്പോർട്സിനെ ബാലൻസ്ഡ് രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എവിടെയാണോ നമുക്ക് ബാരിയേഴ്സ് കൂടുതലായിട്ടുള്ളത് അവിടേക്കുള്ള എൻട്രി നമുക്ക് ലിമിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എവിടെയാണോ നമ്മൾ വെൽക്കം ചെയ്യുന്ന കൺട്രീസ് എന്നുണ്ടെങ്കിൽ അവിടേക്ക് നമ്മൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നൗ വിൽ മൂവ് ഓൺ വിത്ത് ദി ഡിമെറിറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ ഡിമെറിറ്റ് എന്താണ്? പല രാജ്യങ്ങളിലുമുള്ള നിയമങ്ങൾ തന്നെയാണ്. ഓക്കെ, സോ it is seen that certain countries do not allow companies to run its operations as it has been doing in other countries, which result in a conflict within the country and results in problems in the organization. ചിലപ്പോൾ MNC ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് റണ്ണിങ്ങിലാവുന്ന സമയത്തായിരിക്കും പല രാജ്യങ്ങളും അതിനെ വേണ്ട എന്ന് പറയുന്നതും അല്ലെങ്കിൽ അതിനെ നമ്മൾ അവിടുന്ന് ഒഴിവാക്കണം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യും. അവർ ഇത്രയും മാത്രം ഇൻവെസ്റ്റ് ചെയ്താണ്. അത് ഞാൻ പറഞ്ഞു, ഓരോ രാജ്യങ്ങളുടെ നിയമങ്ങൾ തന്നെയാണ് അവരുടെ മെയിൻ ബാരിയേഴ്സായിട്ട് വരുന്നത്. സെക്കൻഡ് തിങ് ഇസ് പൊളിറ്റിക്കൽ റിസ്ക് ആണ്. പൊളിറ്റിക്കൽ റിസ്കിൽ വരുന്നത് as the operations of MNCs are widespread across national boundaries of several countries, they may result in a threat to the economic and political sovereignty of host countries. സോ ഇവിടെയും അവരുടെ ഡിസിഷൻ മേക്കിങ്ങിനെയോ അതല്ലാന്നുണ്ടെങ്കിൽ അവരെടുക്കുന്ന ഏതെങ്കിലും തീരുമാനങ്ങളിനെയോ ഗവൺമെൻറ്റിൻ്റേതായ റെഗുലേഷൻസോ കൊണ്ടുവരുന്ന മാറ്റങ്ങളാണ് അവർക്ക് ഏറ്റവും വലിയ ബാരിയേഴ്സായിട്ട് വരുന്നത്. And third thing is danger for domestic industries. MNCs establishes their monopoly in the country where they operate, thus killing the local businesses. നമുക്കറിയാം, ഒരു MNC വരുമ്പോൾ അവരത്ര ചെറിയ രീതിയിലൊന്നല്ല വരിക, അവർ ജൈജാൻറ്റിക്കായിട്ട് തന്നെയാണ് വരിക. അപ്പോൾ അങ്ങനെ ഒരു വലിയ ജൈജാൻറ്റിസമായിട്ട് അവർ വരണ സമയത്ത് നമ്മുടെ നാടുകളിൽ വലിയ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്ന ചെറിയ ചെറിയ ബിസിനസ്മാൻ ഉണ്ടായിരിക്കും. അവരിനൊക്കെ അവരുടെ മേത്തിൽ കൂടെ ചവിട്ടിയിട്ടായിരിക്കും ഈ MNCs അവർ കെട്ടിപ്പൊക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ലോക്കലായിട്ടുള്ള ബിസിനസ്സസിനെയോ ലോക്കൽ ബിസിനസ്മെനെയോ ഇത് വല്ലാതെ എഫക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, ആൻഡ് ദെൻ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഇപ്പോൾ ചില കൺട്രീസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് അവർ മറ്റു പല രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. പക്ഷേ കയറ്റി അയക്കുന്ന സാധനങ്ങൾ മറ്റു പല രാജ്യങ്ങളും വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് അതിനെ യൂസ് ചെയ്യുന്നതെങ്കിൽ പലരും അത് വേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആർക്കാണ് ബുദ്ധിമുട്ട്? അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ റിസോഴ്സസ് ഉള്ള സ്ഥലത്താണ്. കാരണം ആൾക്കാർ ഇതിൻ്റെ വില അറിയുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ദാനം കിട്ടിയതിൻ്റെ പല്ലെന്തിനാ എണ്ണി നോക്കണേ എന്നുള്ളത്. അല്ലേ, ദാനം കിട്ടിയതായാലും അത് അവർ ദാനം തന്നത് എന്തിനാണ്? അവരുടെ കയ്യിൽ സർപ്ലസ് ആയിട്ടുള്ളത് കൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് അവർ കയറ്റി അയക്കുന്നതാണ്. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കാനായിട്ട്. നമ്മൾ പൈസ കൊടുത്തൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായ വാല്യൂ കൊടുക്കണം എന്നുള്ളതാണ്. അത് ചിലപ്പോൾ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാം എന്നുള്ളതാണ് അവർ പറയുന്നത്. നാച്ചുറൽ റിസോഴ്സസ് നമുക്ക് കൂടുതലായിട്ട് നമുക്കുണ്ടല്ലോ, അപ്പോൾ നമുക്കത് എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാമെന്നുള്ള ഒരു രീതി വന്നു കഴിഞ്ഞാൽ മേടിക്കുന്ന ആൾക്കാരോ കൊടുക്കുന്ന ആൾക്കാരോ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് നഷ്ടമായത് തന്നെയാണ്. ഓക്കെ, ആൻഡ് ദെൻ ഇസ് റിപ്പാട്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരാൾ ഒരു ബിസിനസ്സായിട്ട് അല്ലെങ്കിൽ ജോലിയായിട്ട് ഒരു മറ്റു രാജ്യത്തിലേക്ക് വന്നു. അവിടെ വന്ന് നല്ല രീതിയിൽ അയാൾ ഫ്ലറിഷ് ചെയ്യുന്ന സമയത്ത് അവർ പറയുകയാണ്, ഈ രാജ്യക്കാരും ഇവിടെ നിൽക്കരുത്, എല്ലാവരും തിരിച്ചു പൊക്കോളും നിങ്ങളുടെ സ്വന്തം രാജ്യത്തിലേക്ക്. അപ്പോൾ എന്താണ് ഉണ്ടാവുന്നത്? ആ നാട്ടിൽ നല്ല രീതിയിൽ ജീവിച്ചേർന്ന ആൾക്കാർ, മറ്റു പലർക്കും പല രീതിയിലും ഗുണകരമായിട്ടുള്ള ആൾക്കാർ, ആ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കമ്പനിയോ സ്ഥാപനങ്ങളോ തുടങ്ങി അവിടെ നല്ലൊരു ഡെവലപ്മെൻറ്റിൽ വന്നിട്ടുള്ള ആൾക്കാരായിരിക്കാം. അവരോടൊക്കെ തിരിച്ചു പോകാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടമാർക്കാണ്? ആ നാടിനാണ്. കാരണം ഇവർ പോകുമ്പോൾ ഇവിടെയുള്ളത് മുഴുവൻ വിറ്റ് പറക്കിയിട്ടാണ് പോകുക. അപ്പോൾ അവരുടെ അത്രയും നാളത്തെ പ്രോഫിറ്റ്സും കാര്യങ്ങളൊക്കെ അവരുടെ സ്വന്തം രാജ്യത്തേക്ക് പോവുകയാണ്. മറ്റ് രാജ്യത്ത് വന്നിട്ട് അവർ വേര് ഊന്നി വളർന്നു എന്നുണ്ടെങ്കിൽ പോലും പോകാൻ പറഞ്ഞാൽ പിന്നെ പോകേണ്ടതാണ് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് റിപ്പാട്രിയേഷനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ആൻഡ് ദെൻ ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റലാണ്. ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പം ഇറ്റ് ടേക്സ് പ്ലേസ് ഫ്രം ദി ഹോം കൺട്രി ടു ദി ഹോസ്റ്റ് കൺട്രിയാണ്. സോ ചിലപ്പോൾ അൺഫേവറബിൾ ആയിട്ടുള്ള എക്കണോമിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ അതിൻ്റെ റിസൾട്ട്സ് ഉണ്ടാവണമെന്നില്ല. ആൻഡ് ദെൻ സെൽഫ് ഇൻട്രസ്റ്റ് ആണ്. MNCs work towards their own self-interest rather than working for the development of host country. അല്ലേ, ഒരു MNC ഇപ്പം ഞാൻ ഒരു രാജ്യത്ത് പോയിട്ട് ഞാനൊരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്താണ്? ഞാനും എൻ്റെ രാജ്യം മാത്രമാണ്. ഞാൻ ആ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യില്ലല്ലോ. ഓക്കെ, അത് മനസ്സിലാക്കിയാൽ മതി. സോ ദാറ്റ് ഈസ് വാട്ട് വി സേ ആസ് സെൽഫ് ഇൻട്രസ്റ്റ്. സോ ഏത് MNCs ഇന്ത്യയിൽ വന്നാലും നമ്മൾ മനസ്സിലാക്കുക, അവർ നമ്മുടെ നേട്ടത്തിന് വേണ്ടിയിട്ടോ നമ്മുടെ മാറ്റത്തിന് വേണ്ടിയിട്ടോ നമ്മുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടല്ല അവർ വരുന്നത്, അവരുടെ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ചിന്ത നമ്മളിൽ ഉണ്ടാകേണ്ടത് എപ്പോഴും നല്ലതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ആണ്. ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി എന്ന് പറയുമ്പോൾ they develop the technology through continuous research. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ടെക്നോളജിയും ഓരോ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. The rich financial and other resources of MNCs enable them to invest on R&D department ആണ്. The developing economies regard the transfer of the technology from the MNCs as a useful account due to the following reasons. So അവരെന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലൂടെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത് അവരുടെ ദേ റിഗാർഡ് ദി ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി. ഓക്കെ, അപ്പോൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തിലേക്ക് എവിടെയാണോ കുറവെന്ന് അങ്ങനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അവിടെ വരുന്നതെന്ന്. ഇൻഡസ്ട്രിയലൈസേഷൻ ഈസ് ഇൻ എ ബാക്ക്വേർഡ് സ്റ്റേറ്റ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ആൻഡ് ദ റിസോഴ്സ് അവൈലബിൾ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ആർ ഇൻസഫിഷ്യൻറ്റ് ടു ഡെവലപ്പ് ദി ടെക്നോളജി. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ട്രാൻസ്ഫർ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് തിങ് ഈസ് ഡെവലപ്പിംഗ് കൺട്രീസിൽ ദേ ആർ റിച്ച് ഇൻ മിനറൽ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്, പക്ഷേ അവർക്കത് അനേബിൾ ടു എക്സ്പ്ലോയിറ്റ്, അവർക്കത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ചിലപ്പോൾ ഈ ടെക്നോളജി അവിടെ കൊണ്ടുവരുന്നത്. ദെൻ ലോക്കൽ മാൻ പവർ, മെറ്റീരിയൽസ്, ക്യാപിറ്റൽ ഇതൊന്നും ചിലപ്പോൾ നമുക്ക് ഫുള്ളി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ MNCനെ ഇൻവൈറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് ഈ ടെക്നോളജി കൊണ്ടുവരാനായിട്ട്. അതേപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇമ്പോർട്ടഡ് റോ മെറ്റീരിയൽസിന് ആവശ്യം ഉണ്ടായിരിക്കും, പക്ഷേ അവർക്ക് അവരുടേതായ എക്സ്ചേഞ്ച് റിസർവ്സിലൊക്കെ കുറവുള്ളത് കൊണ്ട് നമ്മൾ പറഞ്ഞ പോയിൻറ്റ്സ് തന്നെയാണ് വരുന്നത് കേട്ടോ. അവരുടെ റിസർവ്സിൽ എക്സ്ചേഞ്ച് റിസർവ്സിൽ കുറവുള്ളത് കൊണ്ട് തന്നെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്നും റോ മെറ്റീരിയൽസ് കൊണ്ടുവരാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അപ്പോൾ ടെക്നോളജിയും അല്ലെങ്കിൽ MNCs വരുന്നതോടൊപ്പം തന്നെ ഫ്രീ ഫ്ലോ ഓഫ് ഇമ്പോർട്ടഡ് ഗുഡ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടഡ് റോ മെറ്റീരിയൽസ് നമ്മുടെ നാടുകളിലേക്കും എത്തുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസ് ദോ ദേ പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ ദെയർ ഓൺ ബൈ ഇമ്പോർട്ടിംഗ് ടെക്നോളജി ആൻഡ് മെറ്റീരിയൽസ് ദേ ഫെയിൽ ഇൻ മാർക്കറ്റിംഗ്. ചിലപ്പം എല്ലാത്തിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കാം, മാർക്കറ്റിങ്ങിൽ കൃത്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെയോ അഡ്വർടൈസിങ്ങിൻ്റെയോ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന് എന്തെങ്കിലും കുറവോ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ പല പ്രോഡക്റ്റും ഫെയിലായേക്കാം. സോ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഏതാണ്, MNC ആണ്. അപ്പോൾ ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ആൻഡ് ദെൻ സൂട്ടബിലിറ്റി ഓഫ് MNCs. Government itself wants to avail foreign technology and foreign capital. അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ബിസിനസ്സസ് MNCസിനെ വിളിച്ചു വരുത്താറുണ്ട്. ഫോറിൻ മാനേജ്മെൻറ്റ് എക്സ്പെർട്ടൈസ്, ബിക്കോസ് അവരുടെ മാനേജ് ചെയ്യുന്ന രീതി, അവരൊരു ഓർഗനൈസേഷൻ കൊണ്ട് നടക്കുന്ന രീതി ഡിഫറെൻ്റ് ആണ്. സോ ആ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു ഐഡിയ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കോട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ സിമ്പിൾ ഒരു എക്സാമ്പിൾ, നമ്മുടെ ഇന്ത്യയിലുള്ള ഓരോ സ്റ്റേറ്റുകളിലുള്ള ചീഫ് മിനിസ്റ്റേഴ്സും പ്രൈം മിനിസ്റ്റേഴ്സും അവരൊക്കെ ഒന്ന് റോട്ടിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ എന്തൊക്കെ പ്രൊട്ടക്ഷനാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ്. എനിക്ക് ഓർമ്മയിലുണ്ട്, ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ വിസിറ്റ് ഉണ്ടായിരുന്നു ചെന്നൈയിലേക്ക്. ഈ എയർപോർട്ട് വാസ് ക്ലോസ്ഡ് എന്നുള്ളതാണ്. അതായത് അന്ന് ഞങ്ങൾ പോകേണ്ട ഫ്ലൈറ്റ് ഒരു 3 hours അവിടെ പിടിച്ചിട്ടത്. 3 hours ഡിലേഡ് ആയിട്ടാണ് പോയത്. കാരണം എന്താണ്, ഒരു സിമ്പിൾ കാരണമുള്ളൂ, പ്രൈം മിനിസ്റ്ററിൻ്റെ വിസിറ്റ് ഉണ്ട്. സോ എവറിത്തിങ് ഈസ് ലോക്ക്ഡൗൺ. ഈവൻ ദ സ്കൂൾസ് വർ ഓൾസോ നോട്ട് വർക്കിംഗ്.
കംപ്ലീറ്റ് ഒരു ഹർത്താലിൻ്റെ ഒരു രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. കടകളില്ല, ഓക്കെ, കടകളുണ്ടായിരുന്നില്ല, കുട്ടികൾക്ക് സ്കൂളുകൾ ഉണ്ടായിരുന്നില്ല, ഓഫീസസ് ഉണ്ടായിരുന്നില്ല. ഇത് എന്താണ് അവിടെ നടക്കുന്നത്? ഒരു നാടിൻ്റെ പ്രൈം മിനിസ്റ്റർ വരുന്നേനാ ഇത്രമാത്രം ചെയ്യാനുള്ളത്? ഓക്കെ, അപ്പം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു കാര്യത്തിനും പല കൺട്രീസും തയ്യാറല്ല. പല രാജ്യങ്ങളുടെ ലീഡേഴ്സ് അല്ലെങ്കിൽ പ്രസിഡൻറ്റ് അവരൊക്കെ വരുന്ന സമയത്ത് ആസ് യൂഷ്വൽ ദേ ആർ ഓൾസോ ഹ്യൂമൻ ബീയിങ്, അതേഴ്സ് ആർ ഓൾസോ ഹ്യൂമൻ ബീയിങ് എന്നുള്ളൊരു കൺസിഡറേഷനോട് കൂടിയിട്ട് മൂവ് ചെയ്യുന്ന എത്ര വലിയ രാജ്യങ്ങളുണ്ട് അല്ലേ? ഈ ഒരു പൊസിഷൻ കാരണമല്ലേ നമ്മളിങ്ങനെ the next day when we lose our position we will be also becoming just like a human being. ഒരു സാധാരണ മനുഷ്യൻ, നമ്മുടെ തലയിൽ വേറെ കിരീടമൊന്നും ഇല്ല, നമ്മൾ സാധാരണ മനുഷ്യൻ, അത് ബേസിക്കായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. സോ വെൻ യു ബ്രിങ് ഓൾ ദോസ് MNCs, ബേസിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവരുടെ ഒരു മാനേജ്മെൻറ്റ് എക്സ്പെർട്ടൈസ് നമ്മുടെ രാജ്യത്ത് വേണമെന്നുള്ളതാണ്. മനുഷ്യനെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്, മനുഷ്യനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, and then is where an increase in employment opportunities in the country can be seen as a national interest, where it is desirable to diversify activities into untapped areas which include core industries and infrastructure and also pharmaceutical sector. അപ്പോൾ ഇതിലൊക്കെയാണ് നമുക്ക് പല കുറവുകളുള്ളത്. അപ്പോൾ നമ്മൾ പരമാവധി ഈ ഒരു സെക്ടേഴ്സിലുള്ള ആൾക്കാരിനെ നമ്മൾ MNCസിനെ വി ആർ ഇൻവൈറ്റിംഗ്. അവർക്കൊക്കെ ഏറ്റവും സൂട്ടബിളായിട്ടുള്ള ഒരു ബിസിനസ് കാറ്റഗറിയാണ് എന്നുള്ളതാണ് MNCs എന്ന് പറയുന്നത്. Okay, now we will see the regulation of MNCs in India. ഇന്ത്യയിലുള്ള MNCസിൻ്റെ regulations എങ്ങനെയാണെന്നുള്ളത് നോക്കാം. First thing is at the time of making an investment in India or setting up an Indian office, the foreign company needs to comply with the Foreign Exchange Management Act, FEMA എന്നുള്ളത്. FEMA also needs to comply with the FEMA also requires foreign companies in India to comply with certain procedural and filing requirements on a periodic basis when they conduct operations in India. അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാണ്? ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്ന FEMA, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. ഓക്കെ, സോ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർ പറയുന്ന ഡെഫിനിഷൻ ഉണ്ട്, അവർ പറയുന്ന മേജർ 4 ഫയലിങ്സ് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ്. സോ വിൽ സി ദ ഡെഫിനിഷൻ എന്നുള്ളതാണ്. ആസ് പെർ സെക്ഷൻ 242 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013, a foreign company is any company or body corporate which is situated outside India but it has a registered place in India either by physical or electronic mode or owned by company itself or other representative or agent or manager. അതേപോലെ തന്നെ ഡസ് എനി കൈൻഡ് ഓഫ് പെർമിറ്റഡ് ബിസിനസ് ഇൻ ഇന്ത്യ. നമ്മുടെ ഇന്ത്യൻ റൂൾ അനുസരിച്ച് നമ്മൾ പറയുന്ന പെർമിറ്റഡ് ബിസിനസ്സസ് ഉണ്ട്. അതിലൊരു ഏതെങ്കിലും ഒരു ബിസിനസ് റൺ ചെയ്യുന്ന കമ്പനീസ് ആയിരിക്കാം. ദേ ഷുഡ് ഹാവ്, ദറ്റ് ഈസ് മെയിനായിട്ട് പറയുന്നത് എന്താണ്, മറ്റ് രാജ്യത്ത് ഒരു ഫോറിൻ ബോഡി കോർപ്പറേറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അത് ഇറ്റ് മേ ബി എയ്തർ ഇൻ ഫിസിക്കൽ ഓർ ബൈ ഇലക്ട്രോണിക് മോഡും ആവാം എന്നുള്ളതാണ്. ഫോറിൻ കമ്പനീസ് മസ്റ്റ് കംപ്ലൈ വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 in respect to the business as if it were a company incorporated in India. ഒരു കമ്പനി ഇന്ത്യയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത പോലെ തന്നെ ആയിരിക്കണം ഒരു ഫോറിൻ കമ്പനി. ആ രീതിയിലാണ് അതിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, സോ ദർ ആർ
four major filings. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. There are four major filings in compliance related requirements that foreign company needs to comply with. അവർ ചെയ്യേണ്ട നിർബന്ധമായിട്ടും ചെയ്യേണ്ട 4 കാര്യങ്ങളാണ്. Delivery of documents to registrar. രജിസ്ട്രാറിന് കൊടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് ആണ്. Every foreign company has to deliver the following documents. എന്തൊക്കെയാണ്? Registration, that is documents to the registrar for registration within 30 days from the establishment of place of business in India. അതിലെ നമുക്ക് 4 കാര്യങ്ങൾ പറയുന്നുണ്ട്. Instruments constituting and defining the constitution of the company. Second one is full address of the principal office of the company. Third one is a list of directors and secretaries of the company. And fourth one is the name and address of the person resident in India who has been authorized to accept documents on behalf of the company. ഈ 4 കാര്യങ്ങളും അതിൽ ഫുൾഫിൽ ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു എന്താ പറയുക ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ്. Books of accounts and records of a foreign company. Every foreign company must prepare a balance sheet and profit and loss account and attach necessary documents and file them with the registrar of the companies. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ IFRSും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. കാരണം ആർക്കും എവിടെയും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, MNCs സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഒരു അക്കൗണ്ടിങ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് അതിൽ ഈ IFRSൽ വന്നിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ എവറി ഫോറിൻ കമ്പനി നിർബന്ധമായിട്ടും ബാലൻസ് ഷീറ്റും P&L അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ഇറ്റ് മസ്റ്റ് ഓൾസോ കീപ്പ് അറ്റ് ഇറ്റ്സ് പ്രിൻസിപ്പൽ പ്ലേസ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് വിച്ച് റിഫ്ലക്ട് റിസിപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ, details of sales and purchases and assets and liabilities in connection with Indian operations. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊരു ഓഫീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇന്ത്യയിലത്തെ ഓഫീസിൽ അവർ ഇന്ത്യയിലത്തെ റിലേറ്റ് ചെയ്തിട്ടുള്ള പർച്ചേസസിനോ സെയിൽസിനോ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും അത് അവിടെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ഡിസ്പ്ലേ ഓഫ് നെയിം. Display of name of the company and the country in which it is incorporated shall be exhibited on the outside of every office and place where it carries on business. Name of the company and the country in which it is incorporated. എവിടെയാണോ കമ്പനിയുടെ ഒറിജിൻ എന്നുള്ളതും അതിലുണ്ടായിരിക്കണം. ഇത് ഔട്ട്സൈഡ് എവറി ഓഫീസ് എക്സിബിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇറ്റ് ഷാൽ ഓൾസോ ബി സ്റ്റേറ്റഡ് ഇൻ ഓൾ ഇറ്റ്സ് ഒഫീഷ്യൽ പബ്ലിക്കേഷൻ. എക്സാമ്പിൾ ബിസിനസ് ലെറ്റേഴ്സ്, ബിൽ ഹെഡ്സ്, ഇതിലെല്ലാത്തിലും ഈ പറയുന്ന കാര്യങ്ങൾ എക്സിബിറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ആൻഡ് ദെൻ ഇസ് പെനൽറ്റി ഓഫ് കോൺട്രവെൻഷൻ. As per 392 of Companies Act 2013, even foreign company is not barred from punishment. Foreign company ആയാലും പണിഷ്മെൻറ്റ് എന്തെങ്കിലും നമ്മൾ എഗെയിൻസ്റ്റ് ദി ലോ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫോറിൻ കമ്പനിയാണ് അത്, കാരണം ഫോറിൻ കൺട്രിയിലത്തെ കാര്യങ്ങളാണ് ഇവിടെ, നോ എക്സംഷൻ ഫോർ ദം. ഓക്കെ, എല്ലാവരും നിയമത്തിൻ്റെ മുന്നിൽ ഒരുപോലെയാണ് എന്നുള്ളതാണ്. ഇഫ് ദ ഫോറിൻ കമ്പനി ബ്രീച്ചസ് എനി ഓഫ് ദി പ്രൊവിഷൻ, എന്തൊക്കെയാണ് അവർ എന്തൊക്കെ ചെയ്താലാണ് അവർക്കും പണിഷ്മെൻറ്റ് കിട്ടുന്നതെന്ന് നോക്കാം. ദ കമ്പനി വിൽ ബി പണിഷബിൾ വിത്ത് ഫൈൻ ranging between ₹1 lakh to 3 lakhs. If the violation continues, an additional fine of ₹50,000 per day can be levied എന്നുള്ളതാണ്. അപ്പോൾ 1 മുതൽ 3 ലക്ഷം വരയ്ക്കും. അതേപോലെ തന്നെ നമ്മൾ വയലേറ്റ് ചെയ്ത് പിന്നെയും ഫർദറായിട്ട് വയലേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസത്തിനും 50,000 വെച്ചിട്ടാണ് അവർ നമ്മുടെ കയ്യിൽ നിന്ന് റെഡ്യൂസ് ചെയ്യുന്നത്, നമ്മളെ കൊണ്ട് ഫൈൻ അടപ്പിക്കുന്നത്. Okay, and then specific officers who are in default shall be punishable with imprisonment of up to 6 months or fine ranging from 25,000 to 5 lakhs or might be punished with both. അപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫീസേഴ്സ് ആണ് റൂൾസ് വയലേറ്റ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഇംപ്രിസൺമെൻറ്റും ഉണ്ട്, അതേപോലെ തന്നെ ഫൈനും അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇത് 1 എന്നുള്ളതാണ്.
ഇനി വൈൻഡിങ് അപ്പിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിൽ എ ഫോറിൻ കമ്പനി മേ ബി വൗണ്ട് അപ്പ് ആസ് ആൻ അൺരജിസ്റ്റേർഡ് കമ്പനി ഇഫ് ഇറ്റ് സീസസ് ടു ക്യാരി ഓൺ ബിസിനസ് ഇൻ ഇന്ത്യ, whether the body corporate has been dissolved or otherwise ceased to exist as per the law under which it was incorporated. സോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ എക്സ്പാൻഡ് ചെയ്ത്, പക്ഷെ നമ്മൾ കമ്പനി വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ രീതിയിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യുക, പിന്നീട് നമ്മൾ ബിസിനസ്സും കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മുടെ MNC ഇൻ ഇന്ത്യയിലുള്ള ഒരു MNCs ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൽ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ഉണ്ട്, അത് അമേരിക്കൻ മൾട്ടിനാഷണൽ കോർപ്പറേഷനാണ്. IBM ഉണ്ട്. IBM എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ബിസിനസ് മിഷൻസ് കോർപ്പറേഷനാണ്. ഇസ് എ ലീഡിങ് നെയിം ഇൻ ദ വേൾഡ് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. നമുക്കറിയാം ഒരുവിധം IBMനെ കുറിച്ച് നമ്മൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളൊരു സംഭവമാണ്. അതേപോലെ തന്നെ നെസ്ലെ എന്ന് പറയുമ്പം ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഹെൻറി നെസ്ലെയാണ്. നെസ്ലെ റെഫേഴ്സ് ടു ട്രാൻസിഷണൽ ഫുഡ് ആൻഡ് ബീവറേജ് കമ്പനി വിച്ച് ഇസ് വൈഡ്ലി നോൺ ഫോർ പ്രൊഡ്യൂസിങ് ഹൈ ക്വാളിറ്റി ഫുഡ് പ്രോഡക്ട്സ്. ഒരുവിധം എല്ലായിടത്തും ഉണ്ട് നെസ്ലയുടെ പ്രോഡക്റ്റ്, എല്ലായിടത്തും ഉണ്ട്. നമുക്കറിയാം ക്വാളിറ്റി പ്രോഡക്റ്റാണ്, ക്വാളിറ്റി ഗുഡ്സ് ആണ് എന്നുള്ളതറിയാം. ആൻഡ് ദെൻ പ്രോക്ടർ ആൻഡ് ഗാമ്പിൾ എന്ന് പറയുന്നത് വില്യം പ്രോക്ടറും ജെയിംസ് ഗാമ്പിളും കൂടിയിട്ട് തുടങ്ങിയിട്ടുള്ള MNC കമ്പനിയാണ്. ഓക്കെ, ആൻഡ് ദെൻ കൊക്കക്കോല നമുക്കറിയാം അമേരിക്കൻ ബിവറേജ് കമ്പനിയാണ്. പെപ്സിക്കോ in 1965 Frito-Lay ആൻഡ് പെപ്സിക്കോല കമ്പനി കൂടിയിട്ട് തുടങ്ങിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ സിറ്റി ഗ്രൂപ്പ് എന്ന് പറയുന്ന അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനി ഫിനാൻഷ്യൽ സർവീസസിലുള്ളതാണ് സിറ്റി ഗ്രൂപ്പ്. അതേപോലെ സോണി കോർപ്പറേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് അവരുടെ മൊബൈൽ ഫോൺസും പ്ലേ സ്റ്റേഷൻസും മെമ്മറി കാർഡുകളും ടെലിവിഷൻസും ക്യാമറാസൊക്കെ ആയിട്ട് രംഗത്തേക്ക് വന്ന ആൾക്കാരാണ്. ആൻഡ് ദെൻ ഹ്യൂലറ്റ് പെക്കാർഡ് എന്ന് പറയുന്ന വ്യക്തി, ഹ്യൂലറ്റ് പെക്കാർഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബാക്ക് in 1939 and was the head office in Palo Alto in California. It is a technology company that has branches in over 170 countries. alana ee Hewlett and Packard nalla businesses എന്ന് പറയുന്നത് 170 രാജ്യങ്ങളിലാണ്. ഓക്കെ, അതേപോലെ തന്നെ ടെക്നോളജിക്കൽ കമ്പനിയാണ് കേട്ടോ. പിന്നെ ആപ്പിൾ കമ്പനി, യു ആർ വെൽ നോൺ അബൌട്ട് ദാറ്റ്. It is an American multinational company. ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ മൾട്ടിനാഷണൽ കോർപ്പറേഷനാണ്, നമ്മളുണ്ട് കേട്ടോ ലിസ്റ്റിൽ. അതേപോലെ തന്നെ ടാറ്റ ഹാസ് ഗെയിൻഡ് ഇൻ്റർനാഷണൽ റെക്കഗ്നേഷൻ ആഫ്റ്റർ പർച്ചേസിങ് മെനി ഗ്ലോബൽ കമ്പനീസ്. ടാറ്റയുടെ ഏറ്റവും കൂടുതൽ പേര് വന്നിട്ടുള്ളത് ടാറ്റയുടെ സ്റ്റീൽസിലാണ്. ഓക്കെ, അതേപോലെ ടാറ്റയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ട്. TCS എന്ന് പറയുന്നത് എന്താ പറയുക, അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെ നമ്മുടെ IT കമ്പനീസാണ് അവരൊക്കെ. ടാറ്റ സ്റ്റീൽ, TCS, ടാറ്റ ഗ്ലോബൽ ബിവറേജസ്, ഇന്ത്യൻ ഹോട്ടൽസ് ആൻഡ് ടാറ്റ ടെലി സർവീസസ്, ടൈറ്റൻ ആൻഡ് ടാറ്റ കമ്മ്യൂണിക്കേഷൻസ്, ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ സംടൈംസ് പീപ്പിൾ ഡോണ്ട് ഗിവ് മച്ച് വാല്യൂ. നമ്മുടെ ഇന്ത്യൻ പ്രോഡക്റ്റിന് നമ്മൾ അല്ലെങ്കിലും കുറച്ച് വാല്യൂ നമ്മൾ കുറവാണല്ലോ കൊടുക്കാറ്. അത് മനുഷ്യ സ്വഭാവമാണ്. നമ്മുടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തുള്ള കമ്പനീസിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് ആരാണ്? നമ്മളാണ്. നമ്മളാണ് അവരെ തഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ആദിത്യ ബിർള ഗ്രൂപ്പ്. ആദിത്യ ബിർള ഗ്രൂപ്പ് എന്ന് പറയുന്നത് 1857 സെയ്ദ് ശിവനാരായൺ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. 1,20,000 എംപ്ലോയീസാണ് വേൾഡ് വൈഡ് വർക്ക് ചെയ്യുന്നത്. 35 കൺട്രീസിലാണ് അവർക്ക് ബിസിനസ്സസ് ഉള്ളത്. ഓക്കെ, അവർ മെയിനായിട്ട് സിമെൻറ്റ്, മെറ്റൽ, ഫൈബർ എന്ന് പറയുന്നതൊക്കെയാണ് അവരുടെ മെയിൻ ബിസിനസ്സായിട്ട് വരുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് കോൺട്രിബ്യൂഷൻ ഓഫ് MNCs ടു ഇന്ത്യ എന്നുള്ളതാണ്. അപ്പം എന്തൊക്കെയാണ് MNCs ഇന്ത്യയിൽ വരുന്നത് കൊണ്ട് ഇന്ത്യക്കുള്ള ബെനിഫിറ്റ്സ്, എന്തൊക്കെയാണ് ഇന്ത്യയിലേക്ക് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് ഓഫ് മാർക്കറ്റിംഗ്, diversification policy, concentration in consumer goods, techniques to achieve public acceptability, transfer of technology, increase in exports, business but not social justice,
unconcerned towards social responsibilities, unconcerned for environmental pollution and ecological balance. അപ്പം ഒരു രാജ്യത്തേക്ക് വരുന്ന സമയത്ത് ആ രാജ്യത്തിലേക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ, കോൺട്രിബ്യൂഷൻസ്, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനും ഓരോ പുതിയ കമ്പനീസ് വരുമ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനും ഓക്കെ, അതിനോടൊപ്പം ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോകാനായിട്ട് അവർ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒരു മൾട്ടിനാഷണൽ കമ്പനി ഓരോ രാജ്യങ്ങളിലും ഫോക്കസ് ചെയ്യുന്നത് ചിലപ്പോൾ ആ രാജ്യത്തെ ചീപ്പ് ലേബേഴ്സ് ആയിരിക്കാം, ചിലപ്പോൾ ആ രാജ്യത്തുള്ള നല്ല കഴിവുള്ള ആൾക്കാരുള്ളത് കൊണ്ടായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ആ നാടിൻ്റെ പോളിസീസിൽ ഇത്രയും കൂടിയും ഒരു എന്താ പറയുക ലീനിയൻസി ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെ പല റീസൺസും ഓരോ കമ്പനീസിനെയും അവിടെ വന്ന് ഒരു ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവരെ അട്രാക്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളുമുണ്ട്. ഓക്കെ, സോ ഏകദേശം നമ്മുടെ ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ പോർഷൻസൊക്കെ നമ്മൾ തീർക്കാണ് ഇവിടെ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മളൊരു സാധാരണ ഒരു ബിസിനസ്സായിട്ട് നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡൊമസ്റ്റിക് കമ്പനി ആയിട്ടാണ് അറിയപ്പെടുക. പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് നന്നായിട്ട് ദ ഹോൾ ഇന്ത്യ, ദ ഹോൾ നേഷൻ വൈസ് നമുക്ക് പ്രോഡക്റ്റൊക്കെ കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഇഫ് വി ആർ ഏബിൾ ടു എക്സ്പാൻഡ് അവർ ബിസിനസ് എന്നുണ്ടെങ്കിൽ പതുക്കെ ഓരോ രാജ്യങ്ങളിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, സോ പല പല MNCs നമ്മുടെ ക്ലാസ്സിൽ നിന്നും അല്ലെങ്കിൽ പല ഓൺട്രപ്രണേഴ്സ് ഉണ്ടാകട്ടെ എന്നുള്ളതുമൊക്കെ ആശംസിച്ചുകൊണ്ട്, എന്തെങ്കിലും മക്കൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാനുള്ള ക്ലാസ്സസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ സ്പെഷ്യൽ ക്ലാസ്സസ് ആയിട്ടായിരിക്കും ചിലപ്പോൾ തരുന്നുണ്ടായിരിക്കും പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നാലും ബിഫോർ യുവർ ഓണം ഹോളിഡേയ്സ് എവറിത്തിങ് വിൽ ബി കംപ്ലീറ്റഡ് ആൻഡ് യു വിൽ ബി ഹാവിങ് ടൈം ടു സബ്മിറ്റ് യുവർ സെമിനാർസ് ആസ് വെൽ ആസ് time to clear your doubts also. Okay, so thank you dear children, thank you.